2026 ജനുവരി 24 ശനിയാഴ്ച, അതായത് നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ അപൂർവമായ ചില സൗഭാഗ്യങ്ങൾ ഒത്തുചേരുന്ന ഒരു ദിവസമായിട്ടാണ് നാളത്തെ ദിവസത്തെ കണക്കാക്കുന്നത്. പ്രധാനമായും ശനി ഭഗവാന്റെ ദിവസമായ ശനിയാഴ്ചയും ശനി ഭഗവാന്റെ തന്നെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രവും ഒത്തുചേരുന്നു എന്നുള്ളതാണ് നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഉത്രട്ടാതി നക്ഷത്രം ശനിയാഴ്ച വരുന്നത്, അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനും വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നാളെ രൂപം കൊള്ളുന്ന രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ കൂടിയുണ്ട്: ശിവയോഗവും സിദ്ധയോഗവും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ നൽകുന്നവയാണ് ഈ രണ്ട് യോഗങ്ങളും. ശിവയോഗം മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുമ്പോൾ സിദ്ധയോഗം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഏതൊരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നതിനും അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനും ഏറ്റവും ഉചിതമായ ദിവസമാണ്. പ്രത്യേകിച്ചും ശനിദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നാളത്തെ ദിവസം വ്രതമെടുക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും വലിയ ആശ്വാസം നൽകും. നാളത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമുള്ള ഷഷ്ഠിയും ശനിയാഴ്ചയും ഉത്രട്ടാതിയും എല്ലാം കൂടി ചേർന്നു വരുന്ന ഈ ഒരു ദിവസം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ ഭാഗ്യ നക്ഷത്രമായി വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ തന്നെയാണ്. നാളെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ദിവസം കൂടിയായതിനാൽ ഇതിന്റെ ഗുണഫലങ്ങൾ ഇരട്ടിയായിരിക്കും. ശനി ഭഗവാന്റെ അനുഗ്രഹം നാളെ നിങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടാകും. നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കിട്ടാനുള്ള അവസരം നാളെ വന്നു ചേരും. തൊഴിൽ രംഗത്ത് നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാനോ അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനോ നാളെ നിങ്ങൾക്ക് സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ നാളെ ശനീശ്വര ഭജനം നടത്തുന്നത് വരാനിരിക്കുന്ന നല്ല സമയത്തെ വേഗത്തിലെത്തിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും നാളത്തെ ദിവസം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദമ്പതികൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും നാളെ മാറിപ്പോകുന്നതാണ്. ആരോഗ്യകാര്യത്തിലും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാളെ നല്ല ദിവസമാണ്. എങ്കിലും ചെറിയ രീതിയിലുള്ള അലസത തോന്നാൻ സാധ്യതയുണ്ട്. അത് കാര്യമാക്കേണ്ടതില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കും. പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാളെ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു ദിവസമായിരിക്കും. രണ്ടാമതായി ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് പൂയം നക്ഷത്രക്കാർക്കാണ്. ശനിയുടെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് പൂയം. അതുകൊണ്ട് ശനിയാഴ്ചയും ഉത്രട്ടാതിയും ചേർന്നു വരുന്ന ഈ ദിവസം പൂയം നക്ഷത്രക്കാർക്കും വളരെ ഗുണകരമാണ്. സാമ്പത്തികമായ വലിയൊരു മുന്നേറ്റം നാളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് നാളെ അപ്രതീക്ഷിതമായ ലാഭം വന്നു ചേരും. പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ ഉള്ള തീരുമാനങ്ങൾ നാളെ എടുക്കുന്നത് നന്നായിരിക്കും. ഷെയർ മാർക്കറ്റ്, ലോട്ടറി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ അമിതമായ ആർത്തി പാടില്ല എന്ന് മാത്രം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് നാളെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും. പൂയം നക്ഷത്രക്കാർ നാളെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും. നാളെ നിങ്ങൾക്ക് യാത്രകൾ വേണ്ടി വരികയാണെങ്കിൽ അത് ഗുണകരമായി മാറും. ദൂരയാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ അതിനുള്ള നല്ല ദിവസമാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം ചിലവഴിക്കാനും നാളെ അവസരം ലഭിക്കും. ഇത് നിങ്ങൾക്ക് വലിയൊരു മാനസിക സന്തോഷം നൽകും. ശത്രുക്കളുടെ ശല്യം നാളെ കുറവായിരിക്കും. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നവർ നാളെ നിങ്ങളോട് സൗഹാർദ്ദത്തിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. പൊതുവെ പൂയം നക്ഷത്രക്കാർക്ക് മനസമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളെ. മൂന്നാമത്തെ ഭാഗ്യ നക്ഷത്രമായി വരുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരും ശനിയുടെ നക്ഷത്രഗണത്തിൽ പെടുന്നവരാണ്. അതുകൊണ്ട് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ അനിഴം നക്ഷത്രക്കാർക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾ നാളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് പോലുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് നാളെ വളരെ അനുകൂലമായ ദിവസമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നാളെ ജനപിന്തുണ വർദ്ധിക്കും. പൊതുവേദികളിൽ തിളങ്ങാൻ അവസരം ലഭിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് നാളെ സാമ്പത്തികമായും നല്ല ദിവസമാണ്. വായ്പകൾ ലഭിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല തീരുമാനമുണ്ടാകും. കടബാധ്യതകൾ തീർക്കാൻ വഴി തെളിയും. നാളെ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ആകർഷിക്കും. കലാകാരന്മാർക്ക് നാളെ അവസരങ്ങളുടെ പെരുമഴയായിരിക്കും. എഴുത്തുകാർക്കും മാധ്യമപ്രവർത്തകർക്കും നാളെ അംഗീകാരങ്ങൾ ലഭിക്കും.
ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനിഴം നക്ഷത്രക്കാർ നാളെ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ രീതിയിലുള്ള ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നാളെ അനിഴം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കൂവളില അർച്ചന നടത്തുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം നാളെ നിങ്ങൾക്ക് കൂടെയുണ്ടാകും. അവരുടെ വാക്കുകൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അടുത്തതായി ഭാഗ്യം കടാക്ഷിക്കാൻ പോകുന്ന നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്. ചന്ദ്രന്റെ നക്ഷത്രമാണ് തിരുവോണമെങ്കിലും ശനിയാഴ്ചയും ഉത്രട്ടാതിയും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ചും മാനസികമായ ഉല്ലാസം നാളെ നിങ്ങൾക്ക് ലഭിക്കും. ടെൻഷനുകളെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ജോലി അന്വേഷിക്കുന്നവർക്ക് നാളെ ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ ധനപരമായ കാര്യങ്ങളിൽ വലിയ ഭാഗ്യമുണ്ടാകും. അപ്രതീക്ഷിതമായി പണം കൈവശം വന്നു ചേരും. സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക സഹായം ലഭിക്കും. നാളെ നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തും. അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നാളെ നല്ല ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം നാളെ നിങ്ങൾക്കുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും. ക്ഷേത്ര ദർശനം നടത്താനോ പൂജകളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും. നാളെ തിരുവോണം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. തുളസിമാല സമർപ്പിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. വസ്തുതർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നാളെ സാധിക്കും. അഞ്ചാമതായി ഈ ഭാഗ്യപട്ടികയിൽ ഇടം പിടിക്കുന്നത് രേവതി നക്ഷത്രമാണ്. ഉത്രട്ടാതി കഴിഞ്ഞാൽ വരുന്ന നക്ഷത്രമാണ് രേവതി. നാളെ ഉച്ച കഴിഞ്ഞ് ചന്ദ്രൻ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം രേവതി നക്ഷത്രക്കാർക്കും വളരെ ഗുണകരമാണ്. ബുധന്റെ നക്ഷത്രമായ രേവതിക്കാർക്ക് ബുദ്ധിപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ നാളെ നല്ല ദിവസമാണ്. കണക്ക്, എഞ്ചിനീയറിംഗ്, IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളെ നേട്ടങ്ങൾ ഉണ്ടാകും. ശമ്പള കുടിശ്ശിക ലഭിക്കാനോ ഇൻസെന്റീവുകൾ ലഭിക്കാനോ സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് നാളെ പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ ദിവസമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി സമയം ചിലവഴിക്കാൻ സാധിക്കും. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം മധുരതരമാകും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് സ്നേഹവും സഹകരണവും ലഭിക്കും. നാളെ നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ചെറിയ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ തുക മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രേവതി നക്ഷത്രക്കാർ നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. വെണ്ണ നിവേദ്യം നടത്തുന്നത് ആഗ്രഹ സാഫല്യത്തിന് സഹായിക്കും. നാളെ നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സമ്മാനങ്ങൾ ലഭിക്കാനും യോഗമുണ്ട്. അയൽക്കാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നാളെ പറഞ്ഞു തീർക്കാൻ സാധിക്കും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നാളെ ജനശ്രദ്ധ നേടാൻ സാധിക്കും. ഈ പറഞ്ഞ നക്ഷത്രക്കാരെ കൂടാതെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും നാളെ ഭേദപ്പെട്ട ഫലങ്ങൾ ലഭിക്കും. എങ്കിലും ശനിയുടെ അപഹാരം നടക്കുന്നവർ നാളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാരും രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ചയായതുകൊണ്ട് ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. നീരാജനം കത്തിക്കുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി ജലധാര നടത്തുന്നതും നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് കൂടുതൽ ഫലം നൽകും. നാളെ സാധിക്കുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ അല്ലെങ്കിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുകയോ ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് ശനിപ്രീതിക്ക് നല്ലതാണ്. നാളത്തെ ദിവസം കറുപ്പ്, നീല വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശനി ഭഗവാന്റെ പ്രീതി ലഭിക്കാൻ സഹായിക്കും. എന്നാൽ ചുവപ്പ് നിറം ഒഴിവാക്കുന്നതാണ് നല്ലത്. നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരോടും തർക്കത്തിന് പോകാതിരിക്കുക എന്നതാണ്. ശാന്തമായ മനസ്സോടെ കാര്യങ്ങളെ സമീപിച്ചാൽ നാളെ വിജയം സുനിശ്ചിതമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കാൻ മറക്കരുത്. ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് നാളെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. യാത്രകൾ ചെയ്യുമ്പോൾ വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ജനുവരി 24 ശനിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രവും സിദ്ധയോഗവും ശിവയോഗവും ഒത്തുചേരുന്ന ഒരു പുണ്യ ദിവസമാണ്. ഈ ദിവസത്തിന്റെ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്രട്ടാതി, പൂയം, അനിഴം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് നാളെ ഒരു സുവർണ അവസരമാണ്. ഈ അവസരം പാഴാക്കാതെ ഈശ്വരചിന്തയോടെയും നല്ല പ്രവൃത്തികളിലൂടെയും മുന്നോട്ടു പോവുക. നാളത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപരമായ ഇത്തരം അറിവുകൾ ഇനിയും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.